ഇന്ന് ആബിദിന് ലീവ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എനിക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണൂർ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണൂരേക്ക് നമ്മൾ പുറപ്പെട്ടു. ഇത് നാറാത്ത് നിന്നാണ് ഈ വിഷ്വൽസ്. നാറാത്ത് മുതൽ കാട്ടമ്പള്ളി വരെ നല്ല അതിമനോഹരമായ റോഡും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് മരങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരെ പുറപ്പെട്ടു. എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചായ നിർബന്ധമായതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ബാലൻകിണറിലുള്ള മർഹബ ഹോട്ടലിൽ കയറി നമ്മൾ ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് പിന്നീട് നമ്മൾ യാത്ര പുറപ്പെട്ടു. പിന്നീട് എവിടെ പോകണം എന്നുള്ളത് ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ആബിദ് പറഞ്ഞത് നമുക്ക് ആയിക്കര ഹാർബറിൽ പോയി കുറച്ച് മീനും വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. 4 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചായലും കുടിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം 5 മണിയായിട്ടുണ്ടായിരുന്നു. ഏതായാലും കണ്ണൂർ വന്നതല്ലേ, കണ്ണൂർ കോട്ടയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് അവിടെ ഗൂഗിൾ പേ ഇല്ലാന്ന് നമ്മൾ അറിഞ്ഞത്. അവിടെ പിന്നെ നമ്മൾ അവിടെ പോകാൻ നിന്നില്ല. അങ്ങനെ നേരെ കണ്ണൂർ സിറ്റിയിൽ പോയി അവിടെ നിന്നുള്ള ചരിത്ര പ്രസിദ്ധമായ പള്ളിയിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ യാത്ര പുറപ്പെട്ടു. നമ്മൾ സിറ്റിയിലെ കുറച്ച് ഉൾപ്രദേശങ്ങളിലൂടെയും നമ്മൾ കറങ്ങി. നമ്മൾ ആർക്കൽ മ്യൂസിയമൊക്കെ കണ്ട് പിന്നീട് നമ്മൾ ഹാർബറിലേക്ക് കയറി. ഹാർബറിലേക്ക് കാറിനൊക്കെ പൈസയുണ്ട്, 40 രൂപയാണ് എൻട്രി ഫീസ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തോണിയും അതുപോലെ തന്നെ കുറേ ലോറികളൊക്കെ ഉണ്ടായിരുന്നു. മോർണിംഗ് സമയത്ത് നല്ല ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 5:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ തന്നെ കുറച്ച് സമയം നിന്നു. അവിടെ കുറച്ച് സമയം നിൽക്കുമ്പോഴേക്കും മത്സ്യബന്ധനത്തിനായി ആൾക്കാർ പോകുന്നതായി നമ്മൾ കണ്ടു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന ശേഷമാണ് അവിടെ നിന്ന് കുറച്ച് ആൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് വലിയ മീനെ കിട്ടി. എന്ത് മീനിൻ്റെ പേര് നമുക്കറിയില്ല. അങ്ങനെ അവിടെ നിന്ന് നല്ല സന്തോഷത്തിലായി. അവിടെ ഉള്ളവർക്കും കുറച്ച് കൗതുകമായി തോന്നി. ഏകദേശം 1/4 മണിക്കൂറാകുമ്പോഴേക്കും അദ്ദേഹത്തിന് വേറൊരു മീനും കൂടി കിട്ടി. അതാണ് ഈ മീൻ. നമ്മളവിടെ ഇരുന്ന സമയത്ത് 5-6 ആൾക്കാർ മീൻ പിടിച്ചെങ്കിലും ഇദ്ദേഹത്തിന് മാത്രമാണ് മീനിനെ ചൂണ്ടയിൽ കിട്ടിയത്. അത് കണ്ടിട്ട് ആബിദിന് നല്ല സന്തോഷമായി. അദ്ദേഹത്തെക്കാളും സന്തോഷം ആബിദിനാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ യാത്ര പുറപ്പെട്ടത് അവിടെ നിന്നും മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചപ്പുറമാണ് പോകേണ്ടത്. അങ്ങനെ അവിടത്തേക്കും പുറപ്പെട്ടു. അപ്പോഴേക്കും കുറച്ചും കൂടി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ മീൻ വാങ്ങുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ആരും ഉണ്ടായിരുന്നില്ല. കാരണം രാവിലെയാണ് അവിടെ സെയിൽ നടക്കുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ പോയാലാണ് മാർക്കറ്റിലേക്ക് എത്തുക. അങ്ങനെ അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കണ്ണൂർ ഹോസ്പിറ്റലിൽ നിന്ന് CH സെന്ററിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം രാത്രിയോട് അടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം വേറെ ഒന്നും കറങ്ങാനൊന്നും നിന്നില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിമധ്യേ കവിത തിയേറ്ററിൻ്റെ അടുക്കലുള്ള ഒരു തട്ടുകടയിൽ കയറി നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അവിടെ ഒരുപാട് തരം ഫുഡ് ഉണ്ടായെങ്കിലും നമ്മൾ പുട്ടും ബീഫ് മിക്സുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പുട്ടും ബീഫും മിക്സ് വന്നതിന് ശേഷം നമ്മൾ കഴിച്ചപ്പോൾ അത്ര രുചിയായി തോന്നിയില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഇടിയും മിന്നൊക്കെ അടിച്ചു. പിന്നീട് മഴ പെയ്യുന്നത് തോന്നിയപ്പോൾ നമ്മൾ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം നല്ല മഴയും നല്ല ആസ്വദിക്കാൻ വേണ്ടി കഴിഞ്ഞു. മഴ തോർന്നെന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ ആബിദിനെ കൊണ്ടാക്കാൻ വേണ്ടി ബുധപ്പാറയിലേക്ക് യാത്ര തിരിച്ചു. മഴയ്ക്ക് പെയ്തുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പിന്നീട് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ 7:30 ആകുമ്പോഴത്തേക്ക് ആബിദിന്റെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് ഒരു ജ്യൂസും കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു.